നമസ്കാരം. ചിത്തവായവാ ചിത്ക്രിയായുധ ശാഖയോർദ്വയീ ശക്തിമൂലക. ശ്രീ രമണ മഹർഷിയുടെ ഉപദേശസാരത്തിലെ 12ാമത്തെ വേഴ്സാണിത്. അതിൽ പറയുന്ന ഇതാണ്: ബ്രീത്ത് ആൻഡ് മൈൻഡ് ആർ കണക്റ്റഡ്. അതായത് നമ്മുടെ ശ്വസനവും മനസ്സും ഒരു വൃക്ഷത്തിൻ്റെ തായ്തടിയിൽ നിന്നുള്ള 2 ശാഖ പോലെയാണ്. ഇത് രണ്ടും ഉത്ഭവിക്കുന്നത് ഒരേ ശക്തിയിൽ നിന്നാണെന്നാണ് പറയുന്നത്. മനസ്സും ശ്വസനവും ആരംഭിക്കുന്നത്, അതിൻ്റെ പ്രഭവസ്ഥാനം ഒരേ ശക്തിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾക്ക് തന്നെ അറിയാം, നമ്മുടെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശ്വാസഗതിയിൽ വ്യത്യാസമുണ്ടാവുമെന്നത് നമ്മുടെ അനുഭവമാണ്. പക്ഷേ നമ്മൾ ആരും എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതാണ് സത്യം. നമ്മൾ ഇങ്ങനെ ശ്വസിക്കുവാണ്. ഇപ്പോൾ ചില ആൾ പ്രാണായാമം ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് ശരിക്കും ശ്വസിക്കാൻ അറിയില്ലെങ്കിൽ ആ പ്രാണായാമം ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല, അവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ശരിയായിട്ടാണോ ബ്രീത്ത് ചെയ്യുന്നതെന്ന് നോക്കുക. അതിനെന്താ വേണ്ടത് വെച്ചാൽ മലർന്ന് കിടക്കുക, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, വയറിൽ കൈ വെക്കുക. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ കൈ പുറത്തേക്ക് വരണം. എന്നിട്ട് ശ്വാസം പുറത്ത് വിടുമ്പോൾ ഈ കൈ ഉള്ളിലോട്ട് പോകണം. അങ്ങനെയാണോ നിങ്ങൾ നോർമൽ ബ്രീത്ത് ചെയ്യുമ്പോൾ നടക്കുന്നത് എന്ന് നോക്കുക. പലർക്കും തെറ്റായിട്ടാണ്. ചിലർക്ക് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ കൈ ഉള്ളിലോട്ടാണ് പോകും. അങ്ങനെയല്ല വേണ്ട. ഡയഫ്രം താഴോട്ട് പോകുമ്പോൾ വയറ് വീർക്കണം. ശ്വാസം ഉള്ളിലോട്ട് വലിക്കുമ്പോൾ ഡയഫ്രം താഴോട്ട് പോകും, ഡയഫ്രം താഴോട്ട് പോകുമ്പോൾ വയറ് വീർക്കണം. പുറത്തേക്ക് വിടുമ്പോൾ ഡയഫ്രം മുകളിലോട്ട് പോകും. അപ്പോൾ എന്ത് വേണം? വയറ് ഉള്ളിലോട്ട് പോകണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ശ്വാസം മലന്ന് കിടക്കുക, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, വയറ് വീർക്കുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ വയറ് വീർപ്പിക്കണം. എന്നിട്ട് പുറത്തേക്ക് ഓടുക, നേരം വയറ് ഉള്ളിലോട്ട് പോകുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് അത് ആദ്യം ശരിയാക്കണം. അതിനെ ബ്രീത്ത് കറക്റ്റ് ചെയ്താലേ നമുക്ക് മൈൻഡിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതെല്ലാം ചില നമ്മൾ പ്രാക്ടീസിൽ അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ചെയ്ത് ചില തെറ്റുകൾ പഠിച്ചതാണ്. നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. നമ്മൾ ചിലപ്പം നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തെറ്റായിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ബ്രീത്തിങ് നടക്കുന്നത്, അല്ലേ? ഉള്ളിലോട്ട് ശ്വാസം ഉള്ളിലോട്ട് വലിക്കുമ്പോൾ വയറ് ഉള്ളിലോട്ട് പോകും. ആ ഒരു പ്രസവ സമയത്ത് നടന്ന സംഭവമായിരിക്കും. അത് നമ്മൾ ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഇനി പ്രാണായാമം ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ബ്രീത്ത് കറക്ഷൻ അത് എളുപ്പമല്ല. അത് തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 2, 3, 4 ആഴ്ച എടുക്കും. നിരന്തരം അത് ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് അത് ആദ്യം മാറ്റിയെടുക്കുക, ബ്രീത്ത് കറക്ഷൻ. അപ്പോൾ മൈൻഡ് ആൻഡ് ബ്രീത്ത് ആർ കണക്റ്റഡ് ജസ്റ്റ് ലൈക്ക് ദ 2 branches ഓഫ് ദ സെയിം ട്രീ. ഓക്കെ, താങ്ക് യു.